empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. യേശു ക്രിസ്തുവിലുള്ള ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമ്മെ ജീവിച്ചു കാണിച്ച, നമുക്ക് മുൻപേ വിശ്വാസയാത്ര പൂർത്തിയാക്കിയവരുടെ ജീവിതത്തിലൂടെ നാം യാത്ര ചെയ്യുകയായിരുന്നു. പ്രിഷില്ല എന്ന ഈ പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് മോശയുടെ അമ്മയായ യോക്കെബെദിനെ കുറിച്ചായിരുന്നു. തികച്ചും പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ചുറ്റുപാടും പ്രതിസന്ധികൾ നിറഞ്ഞു നിന്നപ്പോൾ, കർത്താവിലുള്ള വിശ്വാസത്തെ പ്രതി, കർത്താവിന്റെ വാഗ്ദാനങ്ങളിലുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസത്തെ പ്രതി ധീരമായ നിലപാടുകൾ എടുത്ത ഒരു വിശ്വാസ നായികയായിരുന്നു യോക്കെബെദ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, രാജകൽപ്പനയെ ഭയപ്പെടാതെ യോക്കെബെദ് എങ്ങനെ വിശ്വാസത്തിനു വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചു എന്ന്. ചുറ്റുപാടും എല്ലാവരും രാജാവിന്റെ കൽപ്പനയെ ഭയന്ന് കൽപ്പന അനുസരിച്ചുകൊണ്ട് തങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നു കളയുമ്പോൾ, കർത്താവിന്റെ വാഗ്ദാനം നിറവേറ്റാനുള്ള പൈതലാണ് തന്റെ മുൻപിൽ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ യോക്കെബെദ് ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ കുഞ്ഞിനെ രഹസ്യമായി വളർത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. തികച്ചും കർത്താവിന്റെ വിശ്വസ്തതയിൽ മാത്രം നിലപാടുകൾ ഉറപ്പിച്ച ഒരു തീരുമാനമായിരുന്നു അത്. സങ്കീർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോടൊരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. 89 സങ്കീർത്തനം 18 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്: കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. ഈ ഒരു വാഗ്ദാനത്തിൽ, ഈ ഒരു വചനത്തിൽ യോക്കെബെദ് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, തനിക്ക് പരിചയായി, തന്റെ കുടുംബത്തിന് പരിചയായി കർത്താവ് നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് യോക്കെബെദ് ഉറച്ചു വിശ്വസിച്ചിരുന്നു. രാജകൽപ്പനയെ എതിർത്ത് നിൽക്കേണ്ടി വന്നപ്പോൾ തന്റെ രാജാവ്, ഇസ്രായേലിന്റെ പരിശുദ്ധനായ തന്റെ സ്വന്തം രാജാവിൽ അടിയുറച്ച വിശ്വാസത്തിലാണ് യോക്കെബെദ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു വിശ്വാസത്തിലേക്കാണ് യോക്കെബെദ് നമ്മളെ വിളിച്ചതും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിരന്തര പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ അടിയുറച്ച് കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുവാൻ, കർത്താവിനെ പരിചയമായി സ്വീകരിക്കുവാൻ, എന്തിലും തളരാതെ നമ്മുടെ രാജാവിൽ ഉറച്ചു വിശ്വസിച്ച് അവിടുത്തെ വിശ്വസ്തതയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായി ഈ ഒരു വചനം നമുക്കൊന്ന് ചേർന്ന് ഏറ്റുപറയാം. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. സർവശക്തനായ, സർവവ്യാപിയായ, എല്ലാം അറിയുന്ന ഒരു രാജാവ് നമുക്കുള്ളപ്പോൾ, നമുക്ക് പരിചയമായി ആ രാജാവ് തന്നെ നിലയുറപ്പിച്ചിരിക്കുമ്പോൾ എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ ഭയപ്പെടുന്നത്? വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് അത് തന്നെ ആയിരിക്കണം ഏറ്റവും വലിയ ഊർജം. ഈ ഒരു വചനത്തിൽ ഉറച്ചു നിന്ന് ആ ഒരു അഭിഷേകം സ്വീകരിച്ച് ഇന്നത്തെ ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടത്തിരുന്ന് ഐക്യത്തോടെ നമുക്ക് നമ്മുടെ രാജാവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ. അഭിഷേകത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയിൽ മുങ്ങി നിന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ,
ഈശോയെ അഭിഷേകം ചെയ്യണമേ, ഈശോയെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം അനുസരിച്ച് ജീവിക്കുവാൻ, വചനത്തിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, അങ്ങയുടെ സന്തോഷത്തിൽ ലയിച്ച് ജീവിക്കുവാൻ, കർത്താവിനെ രാജാവായി സ്വീകരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഞങ്ങളെ പഠിപ്പിക്കണമേ, അങ്ങയുടെ വചനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിശ്വാസം ജീവിച്ചു കാണിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവ് പരിചയമായി എപ്പോഴും ഞങ്ങളെ ജീവിച്ച് കാണിച്ച ഞങ്ങളുടെ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കും കർത്താവിനെ രാജാവായി സ്വീകരിക്കുവാൻ, ഏത് പ്രശ്നങ്ങൾക്ക് മുൻപിലും പരിചയമായി കർത്താവ് ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ കരങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നീട്ടിത്തരണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ യോക്കെബെദിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു സാധാരണ കുടുംബം, ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെയുള്ള ഒരു സാധാരണ കുടുംബം, അടിമ ജോലിയിലായിരുന്ന ആ ഒരു സമയത്ത്, തീർത്തും പീഡനങ്ങളും പ്രതികൂലങ്ങളും നിറഞ്ഞു നിന്ന ആ ഒരു സമയത്ത്, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള ആ ഒരു വിശ്വാസത്തെ പ്രതി ധീരമായ നിലപാടുകൾ എടുത്തുകൊണ്ട്, വിശ്വാസത്തിനു വേണ്ടി ധീരമായ നിലപാടുകൾ എടുക്കുന്ന ഒരു യോക്കെബെദിനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. ആ ഒരു നിലപാടിൻ്റെ അവസാന ഭാഗം നമ്മൾ എത്തി നിന്നത്, അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. ശിശു കോമളനായിരുന്നു. ഇതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. കോമളനായിരുന്നു എന്ന് പറയുമ്പോൾ ലൗകികപരമായി ഒരു സുന്ദരനായിരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. കർത്താവിൻ്റെ പ്രത്യേക നിയോഗമുള്ളവനായിരുന്നു ആ ശിശുവെന്ന് ആ അമ്മ തിരിച്ചറിയുകയായിരുന്നു. ഒപ്പം കർത്താവിന് പ്രിയങ്കരനായ, കർത്താവിന് പ്രത്യേക പദ്ധതികൾ ഉള്ള ഒരു കുഞ്ഞിനെ തങ്ങൾ കേൾപ്പിച്ചപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം, ആ ധീരമായ ചുവടുകൾ എടുക്കുവാനുള്ള ഒരു ധൈര്യം അവർ കാണിക്കുകയാണ്. വചനത്തിന്റെ അവസാനം നമ്മൾ എന്താ കണ്ടേ? 3 മാസം അവർ ആ കുഞ്ഞിനെ രഹസ്യമായി വളർത്തി. എൻ്റെ പ്രിയ സഹോദരിമാരെ, ആദ്യത്തെ ആ ഒരു 3 മാസം ഓരോ അമ്മമാർക്കും വ്യക്തമായിട്ടറിയാം ഒരു കുഞ്ഞ് എങ്ങനെയാണ് പെരുമാറുക എന്ന്. നമ്മൾ ഇവിടെ യോക്കെബെദ് ഈ ഒരു തീരുമാനമെടുത്ത് കുഞ്ഞിനെയും കൊണ്ട് ആ ഇരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം, ആ സമയത്ത് സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവിടുത്തെ ഫറവോ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്, ഒരു ആൺകുഞ്ഞു പോലും അവിടെ ജീവനോടെ വളരാൻ പാടില്ല. ഉണ്ടാകുന്ന വശം ആ കുഞ്ഞിനെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയണം. ആ ഒരു രാജകൽപ്പനയ്ക്കെതിരായിട്ടാണ് യോക്കെബെദ് ആ കുഞ്ഞിനെ രഹസ്യമായി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും സൈനികർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന സമയം,
സൈന്യത്തിലുള്ളവർ തന്നെയല്ല, ചുറ്റും എപ്പോഴും ആൾക്കാരുടെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു സമയത്ത് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാൻ ആ ഒരു 3 മാസം ഓരോ നിമിഷവും യോക്കെബെദിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വിശ്വാസം അവൾ ജീവിച്ച് കാണിക്കുകയായിരുന്നു. ഓരോ സെക്കൻഡും മുന്നോട്ട് പോയത് എത്രമാത്രം പ്രാർത്ഥനയോടെയും വിശ്വാസത്തിലുള്ള ഒരു ഉറപ്പോടെയും ആയിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയ സഹോദരിമാരെ. ഓരോ നിമിഷവും കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോഴേക്കും ആ അമ്മ കർത്താവിനെ വിളിക്കുകയാണ്. വേറെ ഒന്നും അവർക്ക് രക്ഷയായിട്ടില്ല, വേറെ ആരും സഹായമായിട്ടുമില്ല. ആ അമ്മയും അപ്പനും കുഞ്ഞ് 2 കുട്ടികളും ഒപ്പം പിഞ്ച് കൈക്കുഞ്ഞായിരിക്കുന്ന മോശയും, ആ ഒരു കുടുംബം കർത്താവിൻ്റെ ആ ഒരു വിശ്വസ്തതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോ സെക്കൻഡും മുന്നോട്ട് പോവുകയാണ്. ആ മാതാപിതാക്കൾ അനുദിനം ജോലിക്ക് പോകുന്നവരാണ്. അവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്, അടിമ വേലയ്ക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ കുഞ്ഞ് എങ്ങനെ ആ ഒരു 3 മാസം അവിടെ വളർന്നു വന്നു എന്നതിന് വിശ്വാസത്തിൽ അടിയുറച്ചുള്ള ജീവിതം എന്നത് മാത്രമേ ഒരു ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. യോക്കെബേദ് ഇന്ന് നമ്മൾ ഓരോരുത്തരോടും, പ്രത്യേകിച്ച് സഹോദരിമാരോട് യോക്കെബേദ് നൽകുന്ന ആഹ്വാനവും ഇതാണ്. വിശ്വാസം അറിഞ്ഞതുകൊണ്ടോ, വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചതുകൊണ്ടോ, ആ വാഗ്ദാനങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ കർത്താവിലുള്ള നമ്മുടെ അടിയുറച്ചുള്ള വിശ്വാസം ജീവിച്ചു കാണിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. അതാണ് യോക്കെബെദ് നമ്മളോട് പറയുന്നത്. വിശ്വാസം ജീവിച്ച് കാണിക്കുക. ആ അമ്മ ഓരോ സെക്കൻഡും നമുക്ക് കാണിച്ചു തന്നതും ഇത് തന്നെയാണ്. അമ്മയ്ക്ക് സാധിക്കുന്നതിൻ്റെ മാക്സിമത്തിൽ അമ്മ കർത്താവിനോട് അവിടെ സഹകരിക്കുകയാണ്. ഓരോ നിമിഷവും ആ കുഞ്ഞിനെ, വാഗ്ദാന പുത്രനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒത്തിരിയേറെ പ്രതികൂലങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭയന്ന് എന്നാൽ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ഉറച്ചുകൊണ്ടുള്ള ആ ഒരു ജീവിതം, ഓരോ സെക്കൻഡും കർത്താവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, മക്കളും ഭർത്താവും ഒന്നിച്ച് കർത്താവിന് വേണ്ടി നിലപാടെടുക്കുന്ന ആ ഒരു ജീവിതം. ഈ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത്. യോക്കെബെദ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുക. ചുറ്റും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ, നമ്മുടെ വിശ്വാസത്തിനെതിരായ കാര്യങ്ങൾ വരുമ്പോൾ, ആ നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ, മുന്നോട്ടിറങ്ങുവാനുള്ള ഒരു ധൈര്യം അത് നമുക്കുണ്ടായിരിക്കണം. വിശ്വാസത്തിൽ ജീവിക്കുവാൻ എത്രമാത്രം പ്രതികൂലങ്ങൾ വന്നാലും, എത്രമാത്രം പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒക്കെ നേരിടേണ്ടി വരുമെന്ന് വന്നാലും, വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ജ്വലനം ഉണ്ടാകണം. അപ്പോഴാണ് നമുക്കത് പ്രാക്ടിക്കലായി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ വിശ്വാസം എന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ധീരമായ നിലപാടുകൾ എടുക്കുവാൻ യോക്കെബെദ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനായിട്ടാണ് യോക്കെബെദിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും വളരെ വിശാലമായ കാര്യങ്ങൾ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. വിശ്വാസത്തിൽ ജീവിക്കുന്നവൾ, വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുന്നവൾ, അതാണ് യോക്കെബെദ് നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസം ജീവിച്ച് കാണിക്കുക. പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടു, 3 മാസത്തോളം അവർ ആ കുഞ്ഞിനെ രഹസ്യമായി വളർത്തി. തുടർന്ന് 3-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്, അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ, അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യോക്കെബെദ് 3 മാസം ആ കുഞ്ഞിനെ രഹസ്യമായി വളർത്തി. ഓരോ നിമിഷവും തൻ്റെ വിശ്വാസത്തിന്റെ പ്രകടനമായി അവൾ അത് മാറ്റി. പക്ഷേ അവളുടെ ആ ഒരു ലിമിറ്റ് ഇവിടെ കഴിയുകയാണ്. തുടർന്നും കൊണ്ടുപോകാൻ ദുഷ്കരമായി തീരുകയാണ്. അവളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം കർത്താവിനോട് ഇവിടെ സഹകരിക്കുകയാണ്. യോക്കെബെദ് തനിക്ക് കുഞ്ഞിനെ ലഭിച്ച ആ നിമിഷം തന്നെ കർത്താവാണ് എല്ലാം നൽകുന്നത്, കർത്താവ് എല്ലാം ചെയ്തുകൊള്ളും എന്നും പറഞ്ഞ് അവൾ ലാഘവമായി പോയിരുന്നെങ്കിൽ ഈ കർത്താവിന്റെ പദ്ധതി അവിടെ നിറവേറപ്പെടുമായിരുന്നില്ല. യോക്കെബെദ് പരിപൂർണമായിട്ടും അതിനോട് സഹകരിക്കുകയാണ്. കർത്താവിന്റെ പദ്ധതി അവിടെ നിറവേറുവാൻ
വിശ്വാസം അവളോട് ആവശ്യപ്പെടുന്നത് അവൾ അവിടെ ജീവിച്ച് കാണിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മളുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും വിശ്വാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരിയേറെ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലെ ധീരമായ നിലപാടുകൾ എടുക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വിശ്വാസത്തിന് എതിരായ കാര്യങ്ങൾ വരുമ്പോൾ അതിനെ, നമ്മുടെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി വിശ്വാസത്തിന്റെ വഴിയെ അവരെ കൊണ്ടുവരുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുന്നവരായി അവരെ മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ യോക്കെബേദ് ആ 3 മാസം പരിപൂർണമായിട്ടും കർത്താവിനോട് സഹകരിക്കുകയാണ്. തുടർന്ന് തൻ്റെ മാക്സിമം അവൾ എഫേർട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ കർത്താവിൽ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്തുകൊണ്ട് അവൾ എന്താ ചെയ്യുന്നേ? തുടർന്ന് ആ 3-ാം വാക്യം നമുക്ക് തുടർന്ന് വായിക്കാം. അവൾ ഞാങ്ങണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. 3 മാസം കണ്ണിൽ എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞോണം നോക്കിയിരുന്ന ആ കുഞ്ഞിനെ ഈ 3-ാം മാസമായപ്പോൾ യോക്കെബേദ് എന്താ ചെയ്യുന്നേ? ഞാങ്ങണ കൊണ്ടൊരു പേടകം ഉണ്ടാക്കി അതിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് കർത്താവിനെ പരിപൂർണമായിട്ടും ഏൽപ്പിച്ച് യോക്കെബേദ് പരിപൂർണ വിശ്വാസത്തിൽ അവളുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പരിപൂർണമായും അവിടെ അവൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവൾക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. ഇതാണ് യോക്കെബേദ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏത് മേഖലയിലും നമ്മുടെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ എല്ലാം നമ്മുടെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക. അവിടെ കർത്താവ് ബാക്കി നോക്കിക്കൊള്ളും. അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു പൂർത്തീകരണമാണ് തുടർന്നുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ 3 മാസം അവർക്ക് വെറും 3 മാസമൊന്നും ആയിരുന്നിരിക്കില്ല. എത്രയോ വർഷങ്ങളുടെ ഒരു എഫേർട്ട് അവരവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു എഫേർട്ടിന്, ആ വിശ്വാസത്തിന് അവർ നൽകിയ വിലയ്ക്ക് തുടർന്നുള്ള ഓരോ സെക്കൻഡിലും കർത്താവ് റെസ്പോൺസ് നൽകുകയാണ്, റിവാർഡ് നൽകുകയാണ്. തുടർന്ന് നമുക്ക് കാണാൻ എന്താ സാധിക്കുന്നേ? അവർ ഞാങ്ങണ പേടകത്തിൽ കുട്ടിയെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുകയാണ്. അവിടെ തന്നെയാണ് കുഞ്ഞിനെ ജനിക്കുമ്പോൾ തന്നെ എറിഞ്ഞു കൊന്നു കളയണമെന്ന് ഫറവോ നിർദ്ദേശിച്ചിരുന്നത്. അതേ സ്ഥലത്ത് കർത്താവിലുള്ള ഉറപ്പിൽ നമ്മുടെ യോക്കെബേദ് കുഞ്ഞിനെ ഞാങ്ങണ പേടകത്തിലാക്കി കർത്താവിൻ്റെ കരങ്ങളിലൂടെ അങ്ങ് ഒഴുക്കി വിടുകയാണ്. കർത്താവ് പിന്നെ ഫുൾ കൺട്രോൾ അവിടെ ഏറ്റെടുക്കുകയാ. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയ സഹോദരങ്ങളെ, നൈൽ നദിയിലൂടെ ഈ ഞാങ്ങണ പേടകം ഒഴുകി പോകുമ്പോൾ എത്രമാത്രം പ്രതിസന്ധികൾ അവിടെയുണ്ട്. ചീങ്കണ്ണികളാൽ നിറഞ്ഞതാണ് നൈൽ നദി എന്ന് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ചീങ്കണ്ണികൾ വിഹരിക്കുന്ന ആ നൈൽ നദിയിലൂടെ ഈ കുഞ്ഞിങ്ങനെ ഒഴുകി പോവുകയാണ്. ചുറ്റും പട്ടാളക്കാരും ഈജിപ്തുകാരും ഒക്കെ ഉണ്ടാകും. നദീതീരമല്ലേ, ഒത്തിരി പേര് അതിലേക്ക് ഉണ്ടാകും. അവരുടെ ഒന്നും കണ്ണിൽ പെടാതെ ഈ ഞാങ്ങണ പേടകം കർത്താവിൻ്റെ കരങ്ങളിൽ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയി എവിടെയാണത് എത്തി നിൽക്കുന്നത്? അവിടെ ഫറവോയുടെ മകൾ കുളിക്കാനായി വരികയാണ്. നൈൽ നദിയുടെ ആ ഒരു ഭാഗത്ത് അവൾ കുളിക്കാനായി വരികയാണ്. ഫറവോയുടെ മകൾക്ക് അവിടെ കുളിക്കാൻ വരണമായിരുന്നോ? കർത്താവിൻ്റെ സർവ്വാധിപത്യമാണ് ഓരോ സ്റ്റെപ്പിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ആ ഫറവോയുടെ മകൾ കുളിക്കാൻ ഇറങ്ങുന്നു. അവളുടെ കണ്ണ് ഒഴുകിപ്പോകുന്ന ഞാങ്ങണ പേടകത്തിൽ തടയുന്നു. തോഴിമാരോട് പറയുകയാണ് ആ പേടകം എടുത്തുകൊണ്ട് വരുവാൻ. അവർ ഞാങ്ങണ പേടകം കൊണ്ടുവന്ന് ഫറവോയുടെ മകളുടെ കയ്യിൽ കൊടുത്തു കഴിയുമ്പോൾ എന്താ ഉണ്ടാകുന്നേ? 5-ാം വാക്യം, പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ ഫറവോയുടെ പുത്രി വന്ന് കുളിക്കാൻ നദിയിലേക്ക് ഇറങ്ങി. അവളുടെ തോഴിമാർ നദീതീരത്തിലൂടെ നടക്കുകയായിരുന്നു. രാജകുമാരി ഞാങ്ങണ ചെടികളുടെ ഇടയിൽ ആ പേടകം കണ്ടു. ഒരു ദാസിയെ
ഒരു ദാസിയെ അയച്ച് അവൾ അതെടുപ്പിച്ചു. അവൾ അത് എടുപ്പിച്ചു. എൻ്റെ പ്രിയ സഹോദരിമാരെ, നമ്മൾ കണ്ടതുപോലെ അന്നേ ദിവസം തന്നെ ആ ഒരു കടവില് ഫറവോയുടെ മകൾ കുളിക്കാൻ വരികയാണ്. ഈ ഞാങ്ങണ പേടകം ഒഴുകി ഒഴുകി ഡയറക്ഷനൊക്കെ മാറി അതേ കടവിലേക്ക് ഒഴുകി എത്തുകയാണ്. അങ്ങനെ ആ കർത്താവിൻ്റെ സർവാധിപത്യം എന്തൊക്കെ സാഹചര്യം വഷളാണെങ്കിലും എത്രമാത്രം പ്രതികൂലമാണെങ്കിലും നമ്മുടെ കർത്താവ് അത് കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് കർത്താവ് സർവാധിപനാണ് എന്ന് നമ്മൾ ഏറ്റു പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യം എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ ഈ കുഞ്ഞു സംഭവമാണെങ്കിലും അതങ്ങനെ ആ ഞാങ്ങണ പേടകത്തിന്റെ ആ പോക്കിൽ വരെ കർത്താവിൻ്റെ സർവാധിപത്യം വെളിപ്പെടുകയാണ്. തുടർന്ന് 6-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, തുറന്നു നോക്കിയപ്പോൾ അവൾ ശിശുവിനെ കണ്ടു. അവൻ കരയുകയായിരുന്നു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത്രയും നേരം നിശബ്ദമായിരുന്ന ആ കുഞ്ഞ് ഫറവോയുടെ മകളുടെ കയ്യിലെത്തി ആ പേടകം തുറന്നു നോക്കിയപ്പോൾ കൃത്യം കരയുകയാണ്. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യം തന്നെയല്ലേ കടന്നു വരുന്നത്? അത്രയും നേരം ആ കുഞ്ഞ് നിശബ്ദമായിരുന്നു. ഫറവോയുടെ മകൾ ആ കുഞ്ഞിനെ തുറന്നു നോക്കുമ്പോഴേക്കും കുഞ്ഞ് കരയുകയാണ്. ഏതൊരു സ്ത്രീക്കും തൻ്റെ മുഖത്ത് നോക്കി ഒരു കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു മാതൃസ്നേഹം പൊങ്ങി വരിക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ആ കുഞ്ഞിൻ്റെ കരച്ചിലോടുകൂടി ഫറവോയുടെ മകൾ ആ കുഞ്ഞിൻ്റെ മേൽ അനുകമ്പ തോന്നുകയാണ്. ആ കുഞ്ഞിനെ സ്വന്തമാക്കുവാൻ, ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാൻ. തുടർന്ന് വചനം പറയുന്നുണ്ട്, ഒരു ഹെബ്രായ ശിശുവാണെന്ന് അറിഞ്ഞിട്ടും ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുവാൻ അവൾ തീരുമാനിക്കുകയാണ്. ഇവിടെ സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 7-ാം വാക്യം വളരെ പ്രസക്തമാണ്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രവിക്കാം. ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഇവിടെ യോക്കെബെദ് കർത്താവിന് പ്രീതികരമായ വഴിയിലായിരുന്നു. അവൾ ഓരോ നിമിഷവും കർത്താവിലുള്ള വിശ്വാസത്തിൽ ജീവിച്ച് കാണിക്കുകയായിരുന്നു. വചനം എന്താ പറയുന്നേ? ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും ഇണങ്ങിക്കഴിയുന്നു. ഇതാണ് ഫറവോയുടെ മകളിൽ നിറവേറപ്പെട്ടത്. എവിടെ നിന്ന് മോശയെ കൊല്ലണമെന്ന രാജകൽപ്പന പുറപ്പെട്ടുവോ അതേ കൊട്ടാരത്തിൽ എല്ലാ പ്രൗഢിയോടും കൂടി, എല്ലാ ആഡംബരത്തോടും കൂടി മോശ ആ കൊട്ടാരത്തിലെ ഒരു സന്തതിയെ പോലെ വളർന്നു വരുവാൻ നമ്മുടെ കർത്താവ് ഇടയാക്കുകയാണ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യം എന്ന് പറയുന്നത്. അതിൻ്റെ മേൽ കർത്താവിൻ്റെ സർവാധിപത്യം വ്യാപരിക്കുകയാണ്. മോശയെ ഫറവോയുടെ മകൾ ദത്തുപുത്രനായി സ്വീകരിക്കുകയാണ്. തുടർന്ന് എന്താ ഉണ്ടായേ? ആ കുഞ്ഞിനെ ഒരമ്മ വേണമല്ലോ, കുഞ്ഞിനെ പാലൂട്ടി വളർത്തുവാനായിട്ട്. അവിടെയും കർത്താവ് യോക്കെബെദിന് വലിയൊരു പ്രതിഫലമാണ് നൽകുന്നത്. ഈ മോശയെ ഞാങ്ങണ പേടകത്തിലാക്കി ഒഴുക്കി വിട്ടപ്പോൾ അതിൻ്റെ കൂടെ മോശയുടെ കുഞ്ഞു സഹോദരി മിരിയാം ഓടിപ്പോരുന്നുണ്ടായിരുന്നു. മിരിയാം തക്ക സമയത്ത് ഇടപെടുകയാണ്. ആ ഫറവോയുടെ മകളുടെ അടുത്തെത്തി കുഞ്ഞിനെ വളർത്തുവാൻ ഒരമ്മ റെഡിയായി നിൽക്കുന്നുണ്ട് എന്നറിയിക്കുകയാണ്. തുടർന്ന് 9-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു. ഫറവോയുടെ പുത്രി അവളോട് എന്ന് പറയുമ്പോൾ ഇവിടെ യോക്കെബെദിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. യോക്കെബെദിനോട് പറയുകയാണ്, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടി വളർത്തുക. ഞാൻ നിനക്ക് ശമ്പളം തന്നുകൊള്ളാം. അവൾ ശിശുവിനെ കൊണ്ടുപോയി വളർത്തി. യോക്കെബെദിന് കിട്ടിയ പ്രതിഫലം നോക്കിയേ പ്രിയ സഹോദരങ്ങളെ. സ്വന്തം കുഞ്ഞിനെ കൊല്ലണമെന്ന രാജകൽപ്പനക്കെതിരെ അവൾ കർത്താവിലുള്ള വിശ്വാസത്തിൽ, കർത്താവിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസത്തിൽ
നിലപാടുകളെടുത്ത് വിശ്വാസം അവൾ ജീവിച്ച് കാണിച്ചപ്പോൾ കർത്താവ് എന്താ അവൾക്ക് പ്രതിഫലം കൊടുത്തേ? സ്വന്തം കുഞ്ഞിനെ സ്വന്തം കൈകൊണ്ട് വളർത്തുവാൻ, സ്വതന്ത്രമായി വളർത്തുവാൻ, അത്രയും പ്രതികൂലങ്ങളുടെ ഇടയിൽ സന്തോഷമായി അവനെ വളർത്തുവാൻ കർത്താവ് അവൾക്ക് അവസരം നൽകുകയാണ്. സ്വന്തം ഭവനത്തിലേക്ക് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി ഫറവോയുടെ ആ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യത്തോടെ അവൾ കുഞ്ഞിനെ വളർത്തുകയാണ്. ശത്രുക്കൾ പോലും നിന്നോട് ഇണങ്ങിക്കഴിയുവാൻ കർത്താവ് ഇടവരുത്തും. എപ്പോൾ? ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രസാദകരമാകുമ്പോൾ. ഇതാണ് യോക്കെബെദ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ കുഞ്ഞിനെ വളർത്തുന്ന സമയത്തൊക്കെ യോക്കെബെദ് വീണ്ടും വീണ്ടും ഏറ്റു പറഞ്ഞിരുന്ന ഒരു സങ്കീർത്തന ഭാഗം എന്തായിരിക്കും? നമ്മൾ ആദ്യം പറഞ്ഞതാണ്. സങ്കീർത്തനം 89 അധ്യായം 18 വാക്യം. കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. രാജാവായ കർത്താവിനെ സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് യോക്കെബെദ് തുടർന്നും ജീവിച്ചു പോവുകയാണ്. വിശ്വാസത്തിന്റെ ജീവിതം അവൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ ഒരു ആഹ്വാനം നമുക്ക് സ്വന്തമാക്കാം. വിശ്വാസത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം നൽകുകയാണ്. ആ ഒരു അഭിഷേകം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൃപയ്ക്കായി നമുക്ക് ഒന്നു ചേർന്ന് നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോക്കെബെദിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഈ കാര്യങ്ങൾക്കായിട്ട് കർത്താവെ ഞങ്ങൾ നന്ദി പറയുകയാണ്. വിശ്വാസത്തിൽ ജീവിക്കുവാൻ, എന്ത് നിലപാടുകളും വിശ്വാസത്തിൽ ഉറച്ചു മാത്രം എടുക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. നമുക്ക് ചേർന്ന് പാടാം, ഗാനത്തോട് ചേർന്ന്. ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, ഈശോയുടെ ഉള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ കർത്താവേ കൃപ തരണമേ അപ്പാ, കൃപ തരണമേ അപ്പാ. ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാൻ, വിശ്വാസം ജീവിതമാക്കി മാറ്റുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നൽകിയ ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കണം. വിശ്വാസം ജീവിതമാക്കി മാറ്റുവാൻ, എന്ത് പ്രതികൂലങ്ങൾക്കിടയിലും കർത്താവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ, അതിനനുസരിച്ച് നിലപാടുകൾ എടുക്കുവാൻ നമുക്ക് സാധിക്കണം. യോക്കെബെദിൽ നിന്നും ആ പാഠമാണ് കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്നത്. ഒപ്പം നിങ്ങൾ പ്രിസ്കില്ല ഈ ഒരു ശുശ്രൂഷയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും കർത്താവിൻ്റെ ആ ഒരു നിയന്ത്രണം എല്ലാത്തിൻ്റെ മേലുണ്ടാകുവാൻ വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഷെക്കേന ന്യൂസിന് വേണ്ടിയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ആധിപത്യം എപ്പോഴും ഉണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, ഒപ്പം ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം ഞങ്ങളെ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ആ ഒരു കൂട്ടായ്മയിൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിസ്കില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.
empowering women in Christ.